എല്ലാവർക്കും സ്റ്റോറി മാക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഥ കലിപ്പൻ്റെ മാലാഖ എന്ന സ്റ്റോറീൻ്റെ ബാക്കിയുള്ള പാട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാമല്ലേ. അങ്ങനെ അജ്മലിൻ്റെ മാസ് പെർഫോമൻസോടുകൂടി കോളേജ് ആകെ ഒന്ന് കുലുങ്ങിയിരുന്നു. ഇതിനിടയിൽ ഞങ്ങൾ മൊത്തം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ഒരു പണി കിട്ടി. സർക്കാർ ഫീസ് കുത്തനെ കൂട്ടി. എന്നെപ്പോലെയുള്ള പണക്കാരുടെ മക്കൾക്ക് അതടക്കാൻ പറ്റുമായിരുന്നെങ്കിലും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അത് വല്ലാത്തൊരു തിരിച്ചടിയായിരുന്നു. അവർക്ക് ഫീസിന് വേണ്ടി ഇനി എന്തു ചെയ്യും എന്നൊരു ഉത്തരമില്ലാത്ത ചോദ്യം മുന്നോട്ട് കടന്നു വന്നു. പലരും പഠനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷേ 1000 പ്രതീക്ഷകളുമായി കോളേജിൻ്റെ പടി ചവിട്ടി അവർക്ക് അതത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. അതിൻ്റെ സൂചനകൾ ഞങ്ങളുടെ കോളേജിലും കണ്ടു. ഞങ്ങളുടെ ഒരു സഹവിദ്യാർത്ഥി ഫീസിന് ഒരു മാർഗവും കാണാതായതിനാൽ ജീവൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഭാഗ്യം കൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത്. കേരളത്തിൽ അങ്ങോളം സമരങ്ങൾ പുറപ്പെട്ടു. ഞങ്ങളുടെ കോളേജിലും സമരം തുടങ്ങി. ഞാനായിരുന്നു സമരത്തിന് മുന്നിൽ. പോലീസും അവിടെ ഫോഴ്സും അവിടെ ഉണ്ടായിരുന്നു. മുദ്രാവാക്യം വിളിയും സമരത്തിൻ്റെ നേതൃത്വവും ഞാൻ തന്നെയായിരുന്നു മുൻപന്തിയിൽ. സമാധാനമുള്ള ഒരു സമരമായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഷാരൂണും കൂട്ടരും അവരുടെ പാർട്ടി പ്രവർത്തകരും പോലീസിന് നേരെ കല്ലെറിഞ്ഞു. സമരം ആക്രമസക്തമായി. പോലീസ് കോളേജിനുള്ളിൽ കടന്നു ലാത്തി വീശി. എല്ലാവരും ചിതറിയോടി. ഞാനും ഓടി. ഓടുന്നതിനിടയ്ക്ക് ഗംഗയെ പോലീസുകാർ മർദ്ദിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അവളുടെ അടുത്തേക്ക് ഓടി. പോലീസുകാരെ തടഞ്ഞു. എൻ്റെ തലയ്ക്ക് ലാത്തി കൊണ്ട് ഒരടി കിട്ടി. ഞാൻ നിലത്ത് വീണു. വീണ് കിടന്ന എൻ്റെ നേരെ പോലീസുകാരൻ ലാത്തി വീശി. പെട്ടെന്ന് ഒരു കൈ വന്ന് അതിനെ തടഞ്ഞു. ഞാൻ ആ കൈയിൻ്റെ ഉടമസ്ഥനെ നോക്കി. അജ്മൽ. പോലീസുകാരൻ അവനെ നേരെ ലാത്തി വീശി. അവൻ ലാത്തി പിടിച്ച് പോലീസുകാരനെ ഉന്തി പുറത്തേക്കിട്ടു. ഗംഗയും അജ്മലും എന്നെ എഴുന്നേൽപ്പിച്ചു. എൻ്റെ തലയിൽ നിന്നും ചോര ചെറുതായി ഒലിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരാൾ ഗംഗയുടെ നേരെ ലാത്തി വീശി. അവൾ ഒഴിഞ്ഞു മാറി. അയാൾ അവളുടെ പിന്നാലെ ചെന്നു. അവൾ ഓടി. പിന്നാലെ അയാളും. എനിക്കെൻ്റെ ബോധം പോകുന്ന പോലെ തോന്നി. എൻ്റെ നേരെ വന്നവരെയെല്ലാം അജ്മൽ തല്ലിയും ഉന്തിയും ഒഴിവാക്കി. ഇതിനിടയിൽ പ്രിൻസിപ്പളും മറ്റു അധ്യാപകരും വന്ന് പോലീസിനോട് പുറത്തു പോകാൻ പറഞ്ഞു. പോലീസ് എന്നെ കിട്ടാതെ പോകില്ലെന്ന് പറഞ്ഞു. ഇവിടെ ആരെയും കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പ്രിൻസിപ്പൽ തീർത്തു പറഞ്ഞു. ശേഷം പ്യൂണിനോട് എല്ലാ ക്ലാസ് റൂമും അടക്കാൻ പറഞ്ഞു. ഞാനും അജ്മലും കൂടി ഏതോ ലാബിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അവൻ്റെ കൈക്കുള്ളിലും. ഞാൻ പുറത്തു ചാടാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു. പക്ഷേ അവനെന്നെ ബലത്തിൽ പിടിച്ചു നിർത്തി. ഞാൻ പേടിയോടെ അവനെ നോക്കി. ഇപ്പോൾ നിന്നെ അവർക്ക് കിട്ടിയാൽ നിന്റെ പരിപ്പ് അവരെടുക്കും. അവൻ എൻ്റെ പേടി കണ്ടിട്ടാവണം അങ്ങനെ പറഞ്ഞത്. ഞാനൊന്ന് ശാന്തമായി. എൻ്റെ കൺമുൻപിൽ കൂടി ലാബിൻ്റെ വാതിലടയ്ക്കുന്നത് ഞാൻ കണ്ടു. ഒപ്പം എൻ്റെ ബോധവും എന്നിൽ നിന്നും പോയി. ഫാത്തിമ അജ്മലിലേക്ക് വീണു. അജ്മൽ അവളെ താങ്ങിയെടുത്ത് അവിടെ ഒരു ബെഞ്ചിൽ കിടത്തി. അജ്മൽ എന്നിട്ട് ജനലിൽ കൂടി പുറത്തെ അവസ്ഥ നോക്കി. പോലീസും പരിവാരങ്ങളും സ്ഥലം കാലിയാക്കിയിരിക്കുന്നു. കോളേജ് അടച്ചതിന് ശേഷം പ്രിൻസിപ്പളും മറ്റു അധ്യാപകരും പ്യൂണുമൊക്കെ അവിടെ നിന്നും പോയി. അജ്മൽ പുറത്തേക്ക് തന്നെ നോക്കി നിന്നു. ഇരുട്ട് ജനലിൽ കൂടി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അവൻ നോക്കി നിന്നു. അവൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൻ കൈ ജനലടിയിൽ മുറുക്കെ പിടിച്ചു. ജനൽ കമ്പിയുടെ തണുപ്പ് അവന് കുറച്ച് ആശ്വാസമേകി. അവൻ തിരിച്ച് ഫാത്തിമയുടെ അടുത്തെത്തി. അവൻ അവളെ നോക്കി. അവൾക്കപ്പോഴും ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ അവളുടെ മുറിവിലേക്ക് നോക്കി. അതിൽ നിന്നും ഇപ്പോഴും ചെറുതായി ചോര പൊടിയുന്നത് അവൻ കണ്ടു. അവൻ ലാബിൽ നിന്ന് തിരിഞ്ഞിട്ട് മരുന്നുമായി അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ ഷോളിൻ്റെ തുമ്പ് കീറിയെടുത്തിട്ട് അവൻ അതിൽ മുക്കി ഫാത്തിമയുടെ മുറിവിൽ പുരട്ടി. അവൻ പതിയെ മുറിവ് പറ്റിയ ഭാഗങ്ങളിലെല്ലാം മരുന്ന് തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരുന്നു. മരുന്നിൻ്റെ നീട്ടിലെന്നോണം ഫാത്തിമ പതിയെ കണ്ണു തുറന്നു. അവൾ പതിയെ ചുറ്റും നോക്കി. അജ്മൽ തൻ്റെ അടുത്തിരുന്നു കൊണ്ട് തന്നെ തൊടുന്നത് കണ്ട് അവൾ അവനെ പിടിച്ചുന്തി. അവൻ ബാക്കിലേക്ക് മറിഞ്ഞു വീണു.
ഷേ, വിടന്നെ, എന്നെ തുടരുത്. ഫാത്തിമ അജ്മലിനോട് ചീറി. അജ്മൽ പിന്നിലേക്ക് മാറി അവളെ നോക്കി. മുറിവിൽ നിന്നും രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. അതാ ഞാൻ. അജ്മൽ അവളോട് പറഞ്ഞു. എന്നെ തുടരുത്, ഞാൻ രക്തം വാർന്ന് മരിച്ചോട്ടെ, പക്ഷേ നിന്നെപ്പോലൊരു പെണ്ണ് പിടിയാൻ എന്നെ തൊടുന്നത് എനിക്കിഷ്ടമല്ല. ഫാത്തിമ വെറുപ്പോടെ അവനോട് പറഞ്ഞു. അജ്മൽ അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു. ഫാത്തിമ എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് ചെന്നു. അവൾ വാതിൽ പിടിച്ച് തുറക്കാൻ നോക്കി. വാതിൽമേൽ പിടിച്ച് ശക്തിയായി അവൾ വലിച്ചു നോക്കി. അജ്മൽ അവളുടെ പ്രവൃത്തി നോക്കി നിന്നു. ഫാത്തിമ എത്ര ശ്രമിച്ചിട്ടും വാതിൽ തുറന്നില്ല. പടച്ചോനെ, ഈ പെണ്ണുപിടിയൻ്റെ ഒപ്പം ഞാൻ ഈ രാത്രി മുഴുവൻ കഴിയേണ്ടി വരുമോ? അവൾ വാതിൽ ശക്തിയിൽ തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞത് അജ്മൽ കേട്ടു. നിസ്സംഗമായ ഒരു പുഞ്ചിരിയായിരുന്നു അതിനുള്ള മറുപടി. വാതിൽ കുറെ തുറക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതായപ്പോൾ അവൾ കുഴുങ്ങി ബെഞ്ചിൽ വന്നിരുന്നു. അവൾ ഭയന്നിരുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. സമരമായതുകൊണ്ട് തന്നെ അവൾ ഫോണും എടുത്തില്ലായിരുന്നു. അവൾ ആ നിമിഷത്തെ ഓർത്ത് പശ്ചാത്താപിച്ചു. അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്നും പുറത്തു കടന്നാൽ മതിയെന്നായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അജ്മൽ അവളുടെ അടുത്തേക്ക് വന്നു. അവൻ്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അവൾ ഭയന്ന് അവനെ നോക്കി. പേടിക്കണ്ട, ആസിഡ് അല്ല. അവളുടെ നോട്ടം കണ്ടിട്ട് അജ്മൽ പറഞ്ഞു. ഫാത്തിമ, ഇത് കുടിച്ചാൽ ഉറങ്ങിപ്പോവും. എത്ര മണിക്കൂറെന്നൊന്നും അറിയില്ല, പക്ഷേ നല്ല സമയമെടുക്കും ഉണരാൻ. തൻ്റെ കയ്യിലിരുന്ന ഒരു ബോട്ടിൽ കാണിച്ചുകൊണ്ട് അജ്മൽ പറഞ്ഞു. അവനൊരു കടലാസ് കഷ്ണം അവളുടെ നേരെ നീട്ടി. അവൾ അത് വാങ്ങി. അതിലൊരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. അവൾ ചോദ്യത്തോടെ അവനെ നോക്കി. ഇത് എൻ്റെ ഫ്രണ്ട് വിനീതിൻ്റെ നമ്പറാണ്. വാതിൽ തുറന്നിട്ടും ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ അവനെ വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ ഇവിടെ കിടക്കുന്നുണ്ടെന്ന്. അവൻ വന്ന് എന്നെ കൊണ്ടുപോയിക്കോളും. അജ്മൽ ഫാത്തിമയോട് പറഞ്ഞു. ശേഷം അവനൊന്ന് ചുമച്ചു. നിനക്ക് ഫോണില്ലേ? ഫാത്തിമ അജ്മലിനോട് ചോദിച്ചു. ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല, ചുമ നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ശേഷം പിന്നെയും ചുമച്ചു. ഫാത്തിമ അവനെ തന്നെ നോക്കി. അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം അവൻ ആ ബോട്ടിലിനുള്ളിലെ വെള്ളം കുടിച്ചു. ഗുഡ് നൈറ്റ്, അജ്മൽ ഫാത്തിമയോട് പറഞ്ഞിട്ട് ഒരു ബെഞ്ചിൽ പോയി കിടന്നു. ഫാത്തിമ അവനെ തന്നെ നോക്കി നിന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ്റെ നെഞ്ച് ശ്വാസത്തിനനുസരിച്ച് പൊങ്ങി താഴ്ന്നത് അവൾ കണ്ടു. അവൻ ഉറങ്ങിയെന്ന് ഫാത്തിമയ്ക്ക് തോന്നി. ഫാത്തിമ എഴുന്നേറ്റ് അജ്മലിൻ്റെ അടുത്തേക്ക് ചെന്നു. അവനെ ഒന്ന് കൈകൊണ്ട് തട്ടി നോക്കി. അവനിൽ നിന്നും ഒരു ചലനവും കണ്ടില്ല. അവൻ ഉറങ്ങിയെന്ന് അവൾക്ക് ബോധ്യമായി. അവൾ അവനെ തന്നെ നോക്കി. ഞാൻ കുറച്ച് ക്രൂരമായെന്ന് അവൾക്ക് തോന്നി. അവനെ പെണ്ണുപിടിയെന്ന് വിളിച്ചതൊക്കെ അവൾക്ക് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. പക്ഷേ താൻ ശരിക്കും ഭയന്നിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. താൻ പെണ്ണുപിടിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ടും അവൻ ഒരു പുഞ്ചിരി മാത്രമേ മറുപടിയായി തന്നുള്ളൂ എന്നത് അവളെ ആശ്ചര്യപ്പെടുത്തി. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ ബെഞ്ചിലിരുന്നു. ഉമ്മയും ഉപ്പയും ഇപ്പോൾ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. എന്തു പറയും അവരോട്? അവൾ ഓരോന്നോർത്ത് വേവലാതിപ്പെട്ടുകൊണ്ട് കിടന്നു. പതിയെ അവൾ കണ്ണടച്ചു. അവൾ രാവിലെ എഴുന്നേറ്റു. അജ്മലിനെ പോയി നോക്കി. അവൻ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ്റെ കൈകൾ മുറിഞ്ഞിരിക്കുന്നു. ഞാനത് കണ്ടു. എന്നെ പോലീസുകാർ അടിച്ചപ്പോൾ തടയാൻ നോക്കിയപ്പോൾ പറ്റിയതാണ്. പാവം, എന്നെ രക്ഷിച്ചിട്ടും ഇന്നലെ ഞാൻ അവനെ വേദനിപ്പിച്ചു. പെണ്ണുപിടിയ എന്ന് വിളിച്ചു. ഞാൻ എത്ര ക്രൂരയാണ്. ഞാൻ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് വാതിൽ തുറക്കാൻ വേണ്ടി കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞ് പ്യൂൺ വന്ന് വാതിൽ തുറന്നു. ഞാൻ അജ്മൽ തന്ന കടലാസ് കഷ്ണവും എടുത്ത് ആരും കാണാതെ പുറത്തേക്കിറങ്ങി. കോളേജിന് പുറത്തേക്ക് നടന്നു. കുട്ടികൾ വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ലീനയെ ഞാൻ കണ്ടു. ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഫോൺ വാങ്ങി അജ്മൽ തന്ന നമ്പറിലേക്ക് വിളിച്ചു. ഹലോ. അപ്പുറത്ത് നിന്നും കോളെടുത്ത ശബ്ദം ഞാൻ കേട്ടു. ഹലോ ഹലോ, ഇതാരാ? അയാൾ ചോദിച്ചു. അത് എൻ്റെ പേര് ഫാത്തിമ. ഇത് വിനീതാണോ? ഞാൻ ചോദിച്ചു. ആ, അതെ. ഇയാളുടെ ഫ്രണ്ട് അജ്മൽ
കോളേജിൽ മയങ്ങിക്കിടക്കുന്നുണ്ട്. അവനെ എടുത്തുകൊണ്ട് പോവാനാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു. ഏ, അവനെന്താ പറ്റിയേ? വിനീത് ചോദിച്ചു. പെട്ടെന്ന് കോളേജിൽ നിന്നും എന്തൊക്കെയോ കശപിശയുടെ ശബ്ദം ഞാൻ കേട്ടു. നിങ്ങൾ വേഗം വരൂ. അതും പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. എന്നിട്ട് തിരിച്ച് കോളേജിലേക്ക് നടന്നു. കോളേജിലെത്തിയപ്പോൾ ഷാരോണും കൂട്ടരും ആരെയോ മർദ്ദിക്കുന്നതാണ് ഞാൻ കണ്ടത്. മറ്റ് വിദ്യാർത്ഥികളൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ട്. ഞാൻ അവിടേക്ക് ചെന്നു. ആരെയാണ് തല്ലുന്നതെന്ന് ഞാൻ നോക്കി. അജ്മലിനെയാണ് അവർ തല്ലുന്നത്. അവൻ ഇനിയും ബോധം വീണിട്ടില്ല. അവൻ്റെ കണ്ണുകൾ പാതി അടഞ്ഞിട്ടുണ്ട്. അവനെ ഷാരോണും കൂട്ടരും കൂട്ടമായി മർദ്ദിക്കുന്നു. അജ്മലിന് ഒന്ന് തടയാൻ പോലും ആകുന്നില്ല. ആ മരുന്നിൻ്റെ ശക്തി അവനിൽ നിന്നും ഇനിയും പോയിട്ടില്ല. ഞാൻ അവരെ തടയാൻ വേണ്ടി മുന്നോട്ട് ചെന്നു. പെട്ടെന്നൊരു കാറ് കോളേജിൻ്റെ മുന്നിലേക്ക് കയറി വന്നു. അതിൽ നിന്നും 2-3 പേര് ഇറങ്ങി ഓടി വന്ന് ഷാരോണിനെയും കൂട്ടരെയും തടഞ്ഞു. അതിലൊരാൾ അജ്മലിനെ പിടിച്ചു. അജു, ഡാ അജു. അജ്മലിൻ്റെ മുഖത്ത് തട്ടിക്കൊണ്ട് അവൻ അജ്മലിനെ വിളിച്ചു. അവൻ അജ്മലിനെയും കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് നീങ്ങി. ഷാരോണും കൂട്ടരും തല്ലിയിട്ടും മതി വരാതെ അവർക്ക് പിന്നാലെ വന്നു. പക്ഷേ മറ്റുള്ളവർ അവരെ തടഞ്ഞു. അവൻ അജ്മലിനെ കാറിൽ കയറ്റി. അവനെ കൊണ്ടുപോക്കോ. പക്ഷേ ഇനി അവൻ ഇങ്ങോട്ട് കെട്ടിയെടുത്താൽ പിന്നെ അവൻ്റെ ശവം മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ, ഷാരോൺ ദേഷ്യത്തോടെ പറഞ്ഞു. അജ്മലിനെ കാറിലേക്ക് കൊണ്ടുപോയൻ ഷാരോണെ ഒന്ന് കടുപ്പിച്ചു നോക്കി. എന്നിട്ട് കാറിലേക്ക് കയറി. കാറ് കോളേജിന് പുറത്തേക്ക് പാഞ്ഞു. ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. ഉമ്മയും ഉപ്പയും എന്നെ കാണാഞ്ഞിട്ട് നല്ലോണം ടെൻഷൻ അടിച്ചിരുന്നു. ഞാൻ പോലീസുകാർ കൂടിയപ്പോൾ ലാബിൽ ഒളിച്ചിരുന്നതാണെന്നും പിന്നെ പുറത്തെടുക്കാൻ പറ്റാതായെന്നും അവരോട് പറഞ്ഞു. ഒറ്റയ്ക്കായിരുന്നോ എന്ന ചോദ്യത്തിന് അതേന്ന് മറുപടി നൽകാനേ എനിക്ക് തോന്നിയുള്ളൂ. ഉപ്പ കുറച്ചു കഴിഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നേരത്തെ മരുന്ന് തേച്ചതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു ഓയിൽമെൻറ്റ് മാത്രം തന്നു. അജ്മലാണ് മരുന്ന് തേച്ചതെന്ന് ആരും അറിഞ്ഞില്ല. പക്ഷേ എന്നെ രക്ഷിക്കുകയും മരുന്ന് തേച്ച് തരികയും ചെയ്തു തന്ന അവന് പക്ഷേ എന്താണ് തിരികെ കിട്ടിയത്? അധിക്ഷേപം, തല്ല്, നാണക്കേട്, അങ്ങനെ പലതും. ആദ്യമായി എനിക്കവനോട് സഹതാപം തോന്നി. വലിയ പ്രശ്നമൊന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ പിറ്റേന്ന് തൊട്ട് കോളേജിൽ പോയി. ഞാൻ അജ്മലിനെ ഒന്ന് കാണാനും നന്ദി പറയാനും തീരുമാനിച്ചു. ഞാൻ അവനെ കാത്തിരുന്നു. പക്ഷേ അവൻ വന്നതേയില്ല. പിന്നീടുള്ള ദിവസങ്ങളിലും അവനെ കാണാതായി തുടങ്ങി. അവൻ കോളേജിലേക്ക് വന്നില്ല. ഞാൻ എന്നും കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവനെ കാണാൻ കൊതിക്കും. പക്ഷേ അവൻ മാത്രം എൻ്റെ മുന്നിലേക്ക് വന്നതേയില്ല. 4-5 ദിവസം കഴിഞ്ഞു. ഞാൻ രാവിലെ കോളേജിലേക്ക് സ്കൂട്ടറിൽ പോകുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഓപ്പോസിറ്റ് അജ്മൽ പോകുന്നത് ഞാൻ കണ്ടു. പതിവില്ലാതെ അവനെ കാണാൻ ഒരു വൃത്തിയുണ്ട്. അവൻ മുടിയൊക്കെ ഒന്ന് ചീകിയിട്ടുണ്ട്. ഞാൻ അവന് പിന്നാലെ വണ്ടി തിരിച്ചു. വെയിലില്ലാത്ത കാർമികം നിറഞ്ഞ അന്തരീക്ഷം. എപ്പോൾ വേണമെങ്കിലും മഴയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു. ആ നേരത്തിന് ഞാൻ അവൻ്റെ പുറകെ എൻ്റെ സ്കൂട്ടർ ചലിപ്പിച്ചുകൊണ്ടിരുന്നു. അവനെ ഒന്ന് കണ്ട് ഒരു നന്ദി പറയാൻ ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവൻ വണ്ടി എവിടെയും നിർത്താതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടുത്ത ഭാഗം കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അതും കൂടി പറയണേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.